ഓക്കെ പറയാമേ പിടിച്ചോ. എടാ മാറ്റിക്കോ. കുനിയൊന്നും വേണ്ട. ചൊറിഞ്ഞാണോ? ചൊറിഞ്ഞാക്കെ ചോദിച്ചോട്ടെ. ഹായ് ചേട്ടായി. പൈപ്പിന്റെ ഇത് അമ്മ വെച്ചിരിക്കുന്ന പോലെ എന്നെ പിടിച്ചാ മതി. വേറെ ഒന്നും മോൻ ചെയ്യണ്ട കേട്ടോ. ക്യാമറ അവിടെ ഇടിക്കും ചെയ്യും. കറിവേപ്പിലായമേ മുട്ടപ്പൊടി ആയിട്ട്. മുട്ടപ്പൊടിയോ? അതിന്റെ മണം വന്നു. കുരുമുളക്. കുരുമുളക് നട്ടെ അതിന്റെ പേര്. മോൻ എങ്ങോട്ടാ ഈ ക്യാമറ തിരിക്കുന്നേ? അമ്മ ഇവന്മാരെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദം അമ്മ തന്നെ കേട്ടോ. സത്യം പറയാലോ. ഒന്നുമില്ല, നിക്കുന്നിടത്ത് അടങ്ങി നിൽക്കുക ക്യാമറയായിട്ട്. പിള്ളേരെ കൊണ്ട് ഞാൻ മടുത്ത്. ഈ മീനെന്ന് പറയുമ്പോ ഉണ്ടല്ലോ വറുത്തിന്റെ അത് ചെയ്യാനുണ്ട്. ഈ മീൻ്റെ അകത്തെ ഇതിനകത്ത് നമ്മള് ഇതിന്റെ തൊലി കളയണം. നമ്മൾ ഇതിട്ട് നമ്മൾ ഉരയ്ക്കണം. അതെ എന്റെ പൊന്നെ അമ്പസ് അവിടെ കാണിരുന്നോ നീ? വേണ്ട മതി. ഇതന്നെ ഉളുമ്പ. അതാ വെള്ളം ഉളുമ്പ. ക്യാമറ പൊക്കി പിടിച്ചേ. അത് ഞാൻ മര്യാദക്ക് ഞാൻ വെച്ചിട്ട് അങ്ങനെ പിടിച്ചാൽ മതി. എനിക്ക് നല്ലപോലെയാണ്. ഇത് ദൂവായിട്ടല്ലേ നമ്മുടെ മുഖം. ദൂന്ന് എനിക്കറിയാവോ? നല്ലപോലെ അടിച്ചെടുത്ത് അമ്മ ഇത് ഗൈസ്. എന്റെ ചൂട ഇവിടെ റെഡിയായി. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇല്ല ഇനി പിടിക്കണ്ട. പൊക്കോ. കഴിഞ്ഞു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. കളിക്കാൻ പോകും. റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. വൻപയർ മെഴുകുവരട്ടി അല്ലേ അയ്യ? അല്ലേ? എന്താ മെഴുകുവരട്ടി പോലെ അയ്യ? പണങ്ങിയിരിക്കുന്ന അയ്യ നിർത്തേ മോനെ. പണങ്ങിയിരിക്കുന്ന അയ്യ നമ്മുടെ വൻപയർ മെഴുകുവരട്ടിയുള്ളതാണ്. ഇപ്പോൾ സാധനം എടുക്കുക.
കൊച്ചു ഞാൻ എന്ത് ചെയ്യാനാ? കാരണവന്മാര് പറയുന്നത് തന്നെ പറഞ്ഞിട്ട് ഒരു ഭാവവ്യത്യാസമില്ല. അത് അവനൊരു ഹരവാ. ആ സ്പീഡിൽ അങ്ങനെ ഓടിച്ചോണ്ട് വന്നൊരു കയറ്റങ്ങോട്ട് കയറ്റും. ഇതെത്ര 200 100 മൊത്തം 100. ആ മൊത്തം 100. നമുക്ക് കിലോയ്ക്ക് 100. കണ്ടാ 2 കിലോ മീൻ തോന്നും കേട്ടോ. സാധാരണ മീൻ വീട്ടിൽ തെച്ച് കഴിയുമ്പോ 2 കിലോ പാഞ്ഞ് 2 പേരും 2 സ്ഥലത്തായാലും പറഞ്ഞൊരു ബന്ധമില്ലാതെ ഞാനറിയാം അവൻ ഗുരുവായൂർ വരുന്നു. അവനറിയാതെ ഞാൻ ഇതിലേക്ക് പോകും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാചക എപ്പിസോഡാണ്. അതായത് നമ്മുടെ വീടിനടുത്ത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ 2 ദിവസം മുമ്പ് പോയപ്പോൾ നല്ല രീതിയിൽ സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കുന്നു. അതായത് 1 കിലോ സബോളയ്ക്ക് 1 രൂപ അങ്ങനെയൊക്കെ. പിന്നെ ആറ്റുവാള എന്ന് പറയുന്നൊരു മീനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്പലപ്പുഴയിൽ നമ്മൾ മിക്കവാറും അച്ഛൻ മേടിച്ചുകൊണ്ട് വരും ആറ്റുവാള. അതിന് 350-400 രൂപയൊക്കെയാണ് വരുന്നത് കിലോ. ഇത് 1 കിലോയ്ക്ക് 100 രൂപ. അത് കേട്ടതും എൻ്റെ കിളി പോയി. ഒന്നും നോക്കിയില്ല, 1 കിലോ മേടിച്ചു. 1 കിലോ മതി ഞങ്ങൾക്ക്, കാരണം ഇവിടെ ഞങ്ങൾ ആകെപ്പാടെ 4 പേരല്ലേ ഉള്ളൂ. അങ്ങനെ 1 കിലോ ആറ്റുവാളയും മേടിച്ചു. നീരവ് കൃഷ്ണയ്ക്ക് ചൂട മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ചൂട മേടിച്ചു 1/2 കിലോ, വെറും 50 രൂപയ്ക്ക്. അപ്പോൾ 150 രൂപയുടെ മീനിൻ്റെ പരിപാടികളാണ് നമ്മുടെ അടുക്കളയിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കൊഴുവ മീൻ വറുത്തൊരു സൈഡിലേക്ക് മാറ്റി. മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, പകുതി നമ്മൾ ഫ്രീസറിൽ വെച്ചു, പകുതിയാണ് എടുത്തത്. ആറ്റുവാള 1 കിലോയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു അതിൽ കുറച്ചെടുത്ത് കറി വെക്കാം, കുറച്ച് വറക്കാം എന്നുള്ളത്. അപ്പോൾ കറി വെക്കാനായിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ കപ്പയെ വാങ്ങിയുള്ളൂ, കാരണം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ, മഴയല്ലേ. പക്ഷെ നല്ല ഇടിവെട്ട് കപ്പയായിരുന്നു. ആ കപ്പയാണ് ഞാൻ ഒരെണ്ണം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ മീൻ പരിപാടി എന്ന് പറയുമ്പോൾ, മീനെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മുഖം എൻ്റെ അച്ഛൻ്റെയാണ്. കാരണം ഇതുപോലെ മീനെക്കുറിച്ച് അരച്ച് കലക്കി പഠിച്ച ആളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മീൻ മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. ഇത് ഇപ്പോൾ കാണുമ്പോഴൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വെട്ടിക്കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇതൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. കാരണം അധികം അങ്ങനെ മീൻ മേടിക്കാനായിട്ട് അങ്ങനെ പോയിട്ടില്ല. അമ്പലപ്പുഴയിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മീൻ മേടിക്കാൻ പോകുന്ന ആൾ അച്ഛനാണ്. പിന്നെ ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഞാനൊരു കമ്പനിക്ക് ഇങ്ങനെ പോകും. ഏത് മീനാണ് നിനക്കിഷ്ടം? എല്ലാ ദിവസവും നമ്മൾ അമ്പലപ്പുഴയിൽ ചെന്ന് കഴിയുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ ചോദ്യമാണ്, ഏത് മീനാണ് നിനക്കിഷ്ടം? സ്നോജുമോൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നോജുമോനോടായിരിക്കും ചോദിക്കുന്നത്, ഏത് മീനാണ് ഇഷ്ടം? അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം നോക്കിയാണ് അച്ഛൻ മീൻ മേടിക്കുന്നത്. മീൻ മേടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മ നല്ല ഇടിവെട്ടായിട്ട് അത് കറി വെച്ച് ഞങ്ങൾക്ക് തരും. അതായത് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ അച്ഛൻ നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കും, ഏത് മീനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് മീനാണ് കറി വെക്കേണ്ടത് എന്നത്. അച്ഛന് മീൻ ഏറ്റവും ഇഷ്ടം, അച്ഛന് മീനാണ്. അപ്പോൾ അത് കറി വെക്കാനും ഇഷ്ടമാണ്. മാത്രമല്ല നല്ല പോലെ കറി വെച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും അവർക്ക് 2 പേർക്കും ഭയങ്കര മനസ്സാണ് കേട്ടോ. അതായത് വീട്ടിൽ അതിഥികൾ വരിക, അവരെ സെർവ് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ വയറ് നിറച്ച് അവരെ ഹാപ്പി ആയിട്ട് വിടുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും വീക്ക്നെസ്സാണ്. അങ്ങനെ എന്തായാലും അച്ഛനിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പോയി മീൻ മേടിച്ചു. എന്തായാലും അത് മോശമായില്ല. ഞാനിപ്പോൾ തൃശ്ശൂർ വന്നതിന് ശേഷം 3ാമത്തെ പ്രാവശ്യമാണ് മീൻ മേടിക്കാൻ ഒറ്റയ്ക്ക് പോകുന്നത്. എന്തായാലും 3 പ്രാവശ്യവും പാളിപ്പോയിട്ടില്ല. അത്യാവശ്യം നല്ല മീൻ തന്നെ, നമുക്ക് നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടി. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്
ഞാൻ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ MA ഇംഗ്ലീഷിന് പഠിച്ചുകൊണ്ടിരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് വീക്കെൻഡ്സിൽ മാത്രമേ നമ്മൾ വീട്ടിലേക്ക് പോവുള്ളൂ. നമ്മൾ വീട്ടിൽ പോയാൽ തന്നെയും തൂത്തുവാരി തുടച്ചിടുക, വിളക്ക് കഴുകി കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ അമ്മയ്ക്ക് വലിയ സഹായമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാമല്ലോ. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ലെവലാണ്. അപ്പം നമ്മൾ കുക്കിങ്ങിന് നിൽക്കാറുമില്ല. കുക്കിംഗ് ശരിക്കും ഞാൻ പഠിക്കുന്നത് ആദ്യത്തെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഞാൻ വെക്കാൻ തുടങ്ങിയത് അമ്മച്ചിയുടെ അടുക്കള എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ സെന്റ് ഡൊമിനിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കൊളീഗായ ലേഖ ഉണ്ടായിരുന്നു. അപ്പൊ ലേഖ കുക്കിംഗ് പഠിച്ചത് അങ്ങനെയാണ്, അമ്മച്ചിയുടെ അടുക്കള നോക്കിയാണ്. അപ്പൊ ഞാനും അത് നോക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചു. മെയിൻ സംഭവങ്ങളിലേക്ക് കടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഖത്തറിൽ പോയായിരുന്നു. ഖത്തറിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ 2 മാസം ഞാൻ അവിടെ നിന്നപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് എല്ലാ കറികളും ഉണ്ടാക്കാൻ പഠിച്ചു. അമ്മ ഒരു ഡയറി എടുത്തിട്ട് നീ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന കറികൾ നീ തന്നെ അതിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് എഴുതിയിടാൻ പറഞ്ഞു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡയറിയിൽ ഞാൻ അവിടെ നിന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാക്കിയോ ഉണ്ടാക്കുന്ന രീതികളെല്ലാം എഴുതി ഉണ്ടാക്കി പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷവും വലിയ തിരക്കേടില്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കുമെന്നാണ് മിസ്റ്റർ സ്നോജി കൃഷ്ണ പറയുന്നത്. പിന്നെ നല്ലപോലെ സ്നോജി ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ തന്നെയും അമ്മയുടെ ഒരു ശൈലിയാണ്. കാരണം അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കാം അമ്മയുടെ ഒരു ശൈലിയിലാണ് ഞാൻ പാചകം ചെയ്യുന്നതും. പിന്നെ ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ നിന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യാനും അല്ലെങ്കിൽ പാട്ട് കേട്ട് നിന്ന് കുക്കിംഗ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ കുറെ തവണ ഞാൻ ഈ പാട്ടൊക്കെ വെച്ച് അടുക്കളയിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അതങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ എല്ലാം ഉണ്ടാക്കി. അടുക്കളയൊക്കെ മെസ്സി ആയിരുന്നു. അതെല്ലാം ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തു. അറിയാലോ മീനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുക്കള എത്രത്തോളം അഴുക്കാവുന്നു. അപ്പൊ എന്തായാലും ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. മെയിൻ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അതെല്ലാം കഴിഞ്ഞു, സെറ്റായി. ഇനി എനിക്കും പിള്ളേർക്കും പോയി കുളിക്കണം. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂ കേട്ടോ, അത് മസ്റ്റാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് നമുക്ക് നല്ല ആറ്റുവാള വറുത്തതും ആറ്റുവാള മുളകിട്ട കറിയും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ചോറിനാണ്.